വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 374. പോസിറ്റീവ് അഫർമേഷനും മാനിഫെസ്റ്റേഷനും ജീവിതം മാറ്റിമറിക്കും. മനുഷ്യൻ അപാര ശക്തികളുടെ കേന്ദ്രമാണ്. അവൻ്റെയുള്ളിൽ അന്തർലീനമായ കഴിവുകളെ ഉണർത്തുകയും വളർത്തുകയും ചെയ്യുന്നതിലൂടെ ജീവിത സാഹചര്യങ്ങളും സാധ്യതകളും മാറ്റിമറിക്കാനാകും. പലപ്പോഴും തൻ്റെ കഴിവ് തിരിച്ചറിയാതെ പോകുന്നതാണ് മനുഷ്യന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും തടസ്സം സൃഷ്ടിക്കുന്നത്. ഓർമ്മശക്തി, ശാരീരിക ശക്തി, മനഃശക്തി, പദവിയുടെ ശക്തി, സാമ്പത്തിക ശക്തി, ബുദ്ധിശക്തി, വൈകാരിക ശക്തി എന്നിങ്ങനെ നിരവധി ശക്തികളാൽ അനുഗ്രഹീതനാണ് മനുഷ്യൻ. എന്നാൽ ഇതിനെല്ലാം ഉപരിയാണ് ഓരോരുത്തരുടെയും ഇച്ഛാശക്തി അഥവാ ചിന്താശക്തി. പോസിറ്റീവ് അഫർമേഷനും മാനിഫെസ്റ്റേഷനും കൊണ്ട് ചിന്താശക്തിയെ ജ്വലിപ്പിച്ചു നിർത്തിയാൽ ക്രിയാത്മകവും സർഗാത്മകവുമായ പാതയിലൂടെ സഞ്ചരിക്കാനും ജീവിതം തന്നെ മാറ്റിമറിക്കാനും സാധിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പരിസരമോ ചുറ്റിലുമുള്ളവരോ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പ്രാപഞ്ചിക വ്യവസ്ഥയിലും നമുക്ക് കാര്യമായൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനാവുക നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുകയും ക്രിയാത്മകവും പ്രായോഗികവുമായ രീതിയിൽ സാഹചര്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുക എന്നതാണ്. ചിന്താശക്തിയെ ശരിയായ രീതിയിൽ ഒന്ന് ട്യൂൺ ചെയ്തു വെച്ചാൽ ജീവിതം മനോഹരമാകും. ഇവിടെയാണ് മൈൻഡ് പവർ ടെക്നിക്കിൻ്റെയും മൈൻഡ് ട്യൂണിങ്ങിൻ്റെയും ഒക്കെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ ജീവിതം പലപ്പോഴും ദുസ്സഹവും ദുർഘടവുമാവുന്നത് നമ്മുടെ സമീപനങ്ങൾ കൊണ്ടാണ്. ഇച്ഛാശക്തിയെ ട്യൂൺ ചെയ്ത് ജീവിതശൈലി മാറ്റി ജീവിക്കുന്നതിലൂടെ ഏത് വെല്ലുവിളികളെയും സ്വയം വളരാനും പഠിക്കാനുമുള്ള അവസരങ്ങളാക്കി മാറ്റാനാകും. പ്രതിസന്ധി വരുമ്പോൾ തളരാതിരിക്കുക. മാനസികവും വൈകാരികവുമായ ശക്തി സംഭരിക്കാനും വളരാനും പരിശ്രമിക്കുക. എങ്കിൽ ഏത് ശ്രമകരമായ ദൗത്യവും എളുപ്പമാകും. ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് ഏത് കാര്യവും എളുപ്പമാവുക. അതിനാൽ ജീവിതയാത്രയിലെ ഓരോ ദൗത്യവും ഇഷ്ടത്തോടെ നിർവഹിക്കാനുള്ള ഇച്ഛാശക്തിയും പരിശീലനവുമാണ് നമുക്കാവശ്യം. ഈ രൂപത്തിൽ മനസ്സിനെയും ചിന്തയെയും പാകപ്പെടുത്തിയെടുക്കുമ്പോൾ കഠിനാധ്വാനം അഥവാ ഹാർഡ് വർക്ക് എന്ന ആശയം പോലും സ്മാർട്ട് വർക്ക് എന്ന ചിന്തയിലേക്കും തലത്തിലേക്കും ഉയരും. സ്ഥിരോത്സാഹവും സ്മാർട്ട് വർക്കും എന്നതാണ് ആധുനിക കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു മുദ്രാവാക്യം. കഠിനാധ്വാനം നമുക്ക് ക്ഷീണവും ബുദ്ധിമുട്ടുമാണ് സമ്മാനിക്കുക. എന്നാൽ സ്മാർട്ട് വർക്ക് മാനസികവും ശാരീരികവുമായ ആശ്വാസവും ആനന്ദവുമാണ് അടയാളപ്പെടുത്തുന്നത്. ചിന്തയിലും സമീപനത്തിലും ഉണ്ടാകുന്ന മാറ്റം എനർജിയെ സിനർജിയാക്കാനും ഏതു വലിയ ദൗത്യവും അനായാസം നിർവഹിക്കാനുമാണ് അവസരമൊരുക്കുക. നമ്മുടെ ആന്തരിക ഊർജത്തെ ഉത്തേജിപ്പിക്കാനും കർമ്മോത്സുലകരാക്കി തീർക്കാനും പോസിറ്റീവ് അഫർമേഷനും മാനിഫെസ്റ്റേഷനും സഹായകമാകുമെന്നതിനാൽ ചിന്താവിപ്ലവവും നവീകരണവും സാക്ഷാത്കരിക്കുവാൻ എളുപ്പമാകും. എനർജിയുടെ അനന്തമായ സ്രോതസ്സാണ് പ്രകൃതി. പ്രകൃതിയിലെ സർവചരാചരങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള ഊർജങ്ങളാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ചിന്തകൾ പോലെ തന്നെ ഊർജവും തരംഗങ്ങളാണ്. ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ തുടങ്ങിയവയൊക്കെ നമ്മുടെ തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ഊർജ തരംഗങ്ങളാണെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. പോസിറ്റീവായി ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന തരംഗങ്ങളും നെഗറ്റീവായി ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന തരംഗങ്ങളും വ്യത്യസ്തമാകുമെന്നതിനാൽ എപ്പോഴും പോസിറ്റീവായിരുന്നാൽ പലതുണ്ട് ഗുണമെന്ന് നാം തിരിച്ചറിയണം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.